ഓം ശ്രീ സായിറാം. അപരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 63-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞു, സർവാത്മഭാവം ആഴ്ന്ന മനസ്സില് എല്ലാത്തിനെയും ഞാനായി മനസ്സിലാക്കൽ എന്നുള്ളതാണ്. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. വീണ്ടും ജഗത് മിഥ്യയിലേക്ക് ആചാര്യസ്വാമികൾ വരുന്നുണ്ട്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. കാരണം സ്വല്പം സർവാത്മഭാവം വരുമ്പോഴത്തേക്കും അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകുന്നതാണെന്ന് പറയുന്നത്. പിന്നീടോ അങ്ങനെ അറ്റാച്ച്മെന്റ് തോന്നിയാൽ ഉടനെ തന്നെ മിഥ്യാത്വത്തെ മനസ്സിൽ കൊണ്ടുവരണം. അതുകൊണ്ട് മിഥ്യാത്വം കൂടുതലായിട്ട് പഠിക്കണം. അപ്പൊ മിഥ്യാത്വം വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ അവിടെ ചെറുതായിട്ടൊരു വെറുപ്പ് ഒരു പക്ഷേ മനസ്സിലുണ്ടാകാം. അങ്ങനെ തോന്നുമ്പോൾ ഉടനെ സർവാത്മഭാവത്തെ ചിന്തിക്കണം. ഇങ്ങനെ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലോകത്തെ, പ്രപഞ്ചത്തെ ആ ബ്രഹ്മരൂപമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ട്. ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ലോകത്തെ മിഥ്യ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ലോകത്തെ ഈശ്വര സ്വരൂപം എന്ന് പറയുന്നതും ഒന്ന് തന്നെ എന്ന തത്വത്തില് ചില ശ്ലോകങ്ങൾ ആചാര്യസ്വാമികൾ മിഥ്യ എന്ന് പറയുന്നതും എല്ലാം ഈശ്വര സ്വരൂപം എന്ന് പറയുന്നു ഒന്ന് തന്നെ എന്നുള്ള രീതിയിലാണ് പറയാൻ പോകുന്നത്. ഇതിനെ സർവാത്മഭാവം എന്ന അങ്ങനെ പറഞ്ഞു നേരത്തെ. കാണുന്നതെല്ലാം എൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ഈശ്വര സ്വരൂപം, ദ്വൈതത്തെ കണ്ടുകൊണ്ട് അവയെല്ലാം ഈശ്വര സ്വരൂപം എന്നറിയാൻ, എന്നറിയല് അങ്ങനെയാണ് അറിയേണ്ടത്. കാണുന്നതൊക്കെ ദ്വൈതത്തിലാണ് കാണുന്നത്, അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ സർവവും ഈശ്വര സ്വരൂപമാണ്, എൻ്റെ തന്നെ സ്വരൂപമാണ് എന്നറിയൽ. അപ്പോ എല്ലാം ഈശ്വര സ്വരൂപം എന്നറിയലാണ്. എന്തുകൊണ്ട് സർവാത്മഭാവത്തോടെ പറയുന്നു എന്ന് ഇനിത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കാൻ പോവാ. കാര്യകാരണഭാവം ജഗത്തിനും ഈശ്വരനും തമ്മിൽ ഉള്ളതിനാലാണ് സർവാത്മഭാവം പറയുന്നത്. കാര്യകാരണഭാവം നേരത്തെ അറിയാം. കാര്യകാരണഭാവങ്ങളൊക്കെ അത് ജഗത്തിനും ഈശ്വരനും തമ്മിലുള്ളതിനാലാണ് അങ്ങനെ പറയുന്നത്. ഇനി 64-ാമത്തെ ശ്ലോകം. ഘടനാംനി യഥാ പൃഥ്വീ പഠനാംനാ ഹി തന്തവഃ ജഗന്നാംനാ ചിതാ ഭാതി ജ്ഞേയം തത്തദഭാവതഃ. ഘടനാംനി യഥാ പൃഥ്വീ പഠനാംനാ ഹി തന്തവഃ ജഗന്നാംനാ ചിതാ ഭാതി ജ്ഞേയം തത്തദഭാവതഃ. എന്താണ് ഇവിടെ പറയുന്നത്? എങ്ങനെയാണ് ഈ എല്ലാത്തിനെയും ഭഗവാനായിട്ട് സർവാത്മഭാവത്തോടുകൂടെ എങ്ങനെയാണ് കാണാൻ പറ്റുക? പിന്നെ അവനവനെ തന്നെ എങ്ങനെയാണ് സർവാത്മഭാവമായിട്ടിൽ കൊണ്ട് സർവമായിട്ടിലേക്ക് എത്തിക്കാൻ പറ്റുക? ഞാൻ സർവമാണ്, ഞാൻ തന്നെ ഈ കാണുന്ന സർവം, അതൊക്കെ എങ്ങനെ വരാൻ പറ്റും? അപ്പൊ പറയുന്നു, ഘടനാംന യഥാ പൃഥ്വി. യഥാ ഏതുപോലെ, യഥാ എന്ന് വെച്ചാൽ ഏതുപോലെ, പൃഥ്വി ഇപ്പം ഭൂമി, ഇപ്പൊ ഇവിടെ കളിമണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുപോലെ ഭൂമി. ഘടനാംന പാത്രം എന്ന പേരിൽ, കളിമണ്ണ് പാത്രം എന്ന പേരിൽ, പൃഥ്വി എന്നുള്ളതിനെ ഇവിടെ ഭൂമി എന്നാണ് ശരിക്കുള്ള അർത്ഥം. അപ്പൊ അതിനെ മണ്ണായിട്ട് എടുത്തിരിക്കുന്നു, കളിമണ്ണായിട്ട് എടുത്തിരിക്കുന്നു. ഘടനാംന പാത്രം എന്ന പേരിൽ, കളിമണ്ണിനെ പാത്രം എന്ന പേരിൽ നമ്മൾ കാണുന്നു. അതുപോലെ നമ്മൾ അതുപോലെയാണ്, പേരിലാണ് വ്യത്യാസം, അല്ലെ? എല്ലാ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ മാത്രമല്ല, സകലമായ പ്രപഞ്ചത്തെ എല്ലാ രൂപങ്ങളെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിന് പറഞ്ഞത് ഘടനാംനി യഥാ പൃഥ്വി. കളിമണ്ണ് എല്ലാം പാത്രങ്ങളായപ്പോ വെവ്വേറെ നാമം വന്നു. കളിമണ്ണ് കളിമണ്ണ് തന്നെ, എല്ലാ പാത്രങ്ങളും കളിമണ്ണ് തന്നെ, പക്ഷെ നാമങ്ങൾ പലതായി. അതുപോലെ നമ്മളും അതുപോലെ പേരിലാണ് നമ്മുടെ എല്ലാം വ്യത്യാസം. പല രൂപങ്ങളാണ്, നമുക്ക് പല പേരുകളാണ്.
പക്ഷെ എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. പിന്നെന്താ പറയണേ? പടനാംനാഹി തന്തവഹ. ചെറിയ ശ്ലോകമാണ്. പടനാംനാഹി തന്തവഹ. തന്തു എന്ന് പറഞ്ഞാൽ നൂൽ അല്ലേ? തുണിയിൽ എന്താ ഉള്ള? നൂല്. നൂല് കൊണ്ട് തുണി ഉണ്ടായിരിക്കണം. തുണിയിലുള്ളതെല്ലാം നൂലാണ്. നൂല് അതിന്റെ പേര് പിന്നെ എന്തായി? തുണി എന്നായി. നൂൽ നൂൽ എന്ന് പറയൂല. നൂല് അതിനെ നെയ്ത് തുണിയാക്കി കഴിയുമ്പോൾ അതിനെ തുണി എന്ന പേരിലാണ് ഇരിക്കുന്നത്. എല്ലാ തുണിയും നൂലുകൾ തന്നെയാണ്. അതുപോലെ ജഗത് നാംന ചിത് ആഭാതി. ജഗത് നാംന ചിതാഭാതി. ചിത് ആഭാതി. ഈ ചൈതന്യം തന്നെ ജഗത് എന്ന പേരിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ജഗത് നാംന ചിത് ആഭാതി. ഈ ചൈതന്യം തന്നെ ജഗത്ത് എന്ന പേരിൽ ആഭാതി, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, പ്രകാശിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കണ്ടേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആദ്യം എന്താ പറഞ്ഞേ? മണ്ണ് തന്നെ പല രൂപത്തിലുള്ള പാത്രങ്ങളാവുന്നു. നൂല് തന്നെ പല രൂപത്തിലുള്ള തുണികളാവുന്നു. നാമം മാത്രമാണ് വ്യത്യാസം. രൂപവും നാമവും മാത്രമാണ് വ്യത്യാസം. അതെല്ലാം ആധാരം ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അതുപോലെ ജഗത്ത് എന്താണ്? ജഗത് നാംന, ജഗത്ത് എന്ന പേരിൽ ചിത്ത്, അതായത് ആ സത്യം, ആ ചൈതന്യം അങ്ങനെ പ്രകാശിക്കുന്നു. അപ്പോ തത് ജ്ഞേയം, ആ ബ്രഹ്മത്തെ അറിയണം. ഇതിൽ നിന്നെല്ലാം എന്താണ് അറിയേണ്ടത്? ജ്ഞേയം തദഭാവതഃ. അതിൽ നിന്ന് എന്താണ്? തത് അഭാവതഃ, ഭേദബുദ്ധിയില്ലാതെ കണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭേദബുദ്ധിയില്ലാതെ കണ്ട്. സർവവും ബ്രഹ്മമായിട്ട് കാണണം. ഭേദബുദ്ധി ഉണ്ടാകാൻ പാടില്ല. തത് ജ്ഞേയം തത് അഭാവതഃ, ഭേദബുദ്ധിയില്ലാതെ കണ്ട്. നാമ അഭാവതഃ, വേറെ വേറെ നാമങ്ങളില്ലാതെ നമ്മൾ ചിന്തിക്കണം. കാണുമ്പോൾ പല നാമങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ആഴ്ന്ന മനസ്സിൽ എന്തറിയണം? ഈ നാമങ്ങളെല്ലാം ഒരേ ആധാരത്തിലുള്ള അതിന് കൊടുത്തിരിക്കുന്ന വിവിധ നാമങ്ങൾ മാത്രമാണ്. അതെല്ലാം മിഥ്യയാണ്. അതെല്ലാം ഇല്ലാതെ ഉണ്ടാവും. എല്ലാം നാശമുള്ളതാണ്. ഒന്നും ശാശ്വതമല്ല. പല നാമങ്ങളാണ്. അതിൻ്റെ എല്ലാം ആധാരം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ലോകത്തെ കാണാൻ എന്നാണ് പറഞ്ഞത്. ഇതില് ഈ ഭേദബുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഭേദബുദ്ധി നമ്മളെ ഗ്രസിച്ചിരിക്കുന്നത് ഈശ്വര രൂപങ്ങളുടെ കാര്യത്തിലാണ്. നമ്മൾ പെട്ടിരിക്കുന്ന അവിടെ ഭേദബുദ്ധി. ആ ഭേദബുദ്ധി മാറ്റാൻ അത്ര എളുപ്പമല്ല. കാരണം അത് അത്രമാത്രം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ ഉറച്ചു കിടക്കുക. ഗണപതി വേറെ, ദേവി വേറെ, കൃഷ്ണൻ വേറെ, പരമശിവൻ വേറെ, വിഷ്ണു വേറെ, ഇങ്ങനെ എല്ലാ ഈശ്വര രൂപങ്ങളെയും നമ്മൾ ഭേദബുദ്ധിയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാം, എങ്ങനെയാകാം? ഓരോ ഈശ്വര രൂപത്തിനും ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വരദാനം ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇന്ദ്രൻ, വായു, വിഷ്ണു, അഗ്നി, ജലം ഇവർക്കൊക്കെ പ്രത്യേകം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഈ ലോകത്തെ സേവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേദത്തില്. എല്ലാവർക്കും ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ അവരെങ്ങനെ സംരക്ഷിക്കണം, ഇന്ദ്രൻ എങ്ങനെ സംരക്ഷിക്കണം, വായു എങ്ങനെ സംരക്ഷിക്കണം, ജലം എങ്ങനെ സംരക്ഷിക്കണം, സൂര്യദേവൻ എങ്ങനെ സംരക്ഷിക്കണം, ചന്ദ്രൻ എങ്ങനെ സംരക്ഷിക്കണം, ഇതിനൊക്കെ വേദത്തില് അവർക്കൊക്കെ സാക്ഷാൽ പരബ്രഹ്മം അവരൊക്കെ ആരിൽ നിന്നുണ്ടായി? ഇതെല്ലാം ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കളിമണ്ണ് കൂടിയിരിക്കുന്ന കളിമണ്ണിൽ നിന്നൊരു കലമെടുത്തിട്ട് ആ കലത്തിൽ ഇതിൽ വെള്ളം നിറയ്ക്കാനുള്ളത്, ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് കളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ളത്, ഒരു കയ്യിലുണ്ടാക്കിയിട്ട് വെള്ളം കോരി ഒഴിക്കാനുള്ളത് എന്ന് ആക്കുന്ന പോലെ ഈ സാക്ഷാൽ പരബ്രഹ്മം സ്വയം അവനവനിൽ നിന്ന് തന്നെ ആ മായാശക്തി കൊണ്ട് കുറെ ദേവന്മാരെ സൃഷ്ടിച്ചു. ദേവന്മാരെ സൃഷ്ടിച്ചിട്ട് അവർക്കൊക്കെ ഓരോ ചുമതലകൾ കൊടുത്തു. അപ്പൊ അങ്ങനെ ദേവന്മാരുണ്ട്, എല്ലാം വേറെ വേറെ ആൾക്കാരുണ്ട്. പക്ഷേ വേദാന്തം പഠിച്ച് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വേറെ വേറെ കാണുന്ന ദേവന്മാരെല്ലാം ഒരേ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് എന്ന അറിവുണ്ടാകണം.
എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നറിയണം. അതാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അതാണ് അവരെ പോലും അറിയാൻ പറ്റാതെ പിന്നെ നമ്മള് ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാവരുടെ ഉള്ളിലും ഒരേ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്, എല്ലാം ബ്രഹ്മമാണെന്ന് എങ്ങനെ നമ്മൾ അറിയും? ആദ്യം ദൈവങ്ങളുടെ തമ്മിലുള്ള ഭേദബുദ്ധി മനസ്സിൽ നിന്ന് മാറ്റണം. അത് മാറാതെ കണ്ട് ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോയി കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് പോരാ എന്ന് ആരെങ്കിലും പറയും. അപ്പൊ വേറൊരു അമ്പലത്തിൽ അവിടെ കൂടുതൽ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ആ രൂപമാണ് കുറച്ചുകൂടെ നല്ലത്, ശിവനാണ് കുറച്ചുകൂടെ നല്ലത്, ഇങ്ങനെ ഓരോരോ എന്താ പറയാ, എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനത്തെ ഈ ഭേദബുദ്ധി അത് ഇരിക്കുന്നിടത്തോളം കാലം അന്തിമ ലക്ഷ്യം നേടാൻ പറ്റില്ല. ഒരു സംശയവും വിചാരിക്കണ്ട. എല്ലാ ഈശ്വര രൂപങ്ങളെയും ഒന്നായി മനസ്സിൽ കണ്ടാൽ മാത്രമേ, ആഴ്ന്ന മനസ്സിൽ എല്ലാം ഒന്നാണെന്ന് അറിയണം. ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് പ്രത്യേക രൂപനാമങ്ങളോട് പ്രാർത്ഥിക്കാം, അത് വേറെ കാര്യം. പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണെന്ന് അറിയാം. ഒരു വലിയ ഓഫീസ് പല ഡിപ്പാർട്ട്മെന്റ് കാണും. അപ്പോൾ ഓരോരോ കാര്യം നടക്കാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോകണം. പക്ഷെ എല്ലാം നടത്തി തരുന്നത് ആ മെയിൻ ഓഫീസിൽ നിന്ന് തന്നെയാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഇത് വലിയൊരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെല്ലാവരും അതിനകത്ത് കുടുങ്ങി കിടക്കുന്നവരാണ്. അപ്പൊ അതിൽ നിന്ന് മാറാതെ പറ്റില്ല. ഈ ഭേദബുദ്ധിയാണ് ഏറ്റവും അപകടം. ഒരിക്കലും മോചനം ലഭിക്കാതെ ഈ സംസാര സാഗരത്തിൽ, ഈ സൈക്കിളിൽ, ജനന മരണ ചക്രത്തില് പെട്ടുകിടക്കുന്നതിന്റെ വലിയ ഒരു കാര്യം ഈ ഭേദബുദ്ധിയാണ്. ഭക്തിയുടെ വിഷയത്തിൽ പോലും ഭേദബുദ്ധി ഉണ്ടെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ എന്തായിരിക്കും? ഭക്തിയുടെ കാര്യത്തിലുണ്ട് ഭേദബുദ്ധി. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. രാവിലെ ഇന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചില്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ കോപിക്കും. അപ്പോ ഇന്ന് എനിക്ക് ലളിതാ സഹസ്രനാമമേ ജപിക്കാൻ പറ്റിയുള്ളൂ, വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റിയില്ല. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എല്ലാം ചെല്ലുന്നത് എല്ലാം ഒരേ സ്ഥലത്തേക്ക് തന്നെയാ, എല്ലാം ഒന്ന് തന്നെയാ, ഒന്നും വേറെ വേറെ അല്ല. ഈ ചിന്ത ഉണ്ടാവണം. ഇന്ന് ജപിക്കാൻ പറ്റിയത് ഇതാണ്. ഒക്കെ അതും സാക്ഷാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആരാണോ പ്രപഞ്ചമാറി മാറിയിരിക്കുന്നത് ആ ഭഗവാനിൽ തന്നെയാണ് എത്തുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ മനസ്സെത്ര സുഖമായിരിക്കും. ആലോചിച്ച് നോക്കൂ. വല്ല പ്രശ്നം ഉണ്ടാവുമോ മനസ്സിൽ? ഒന്നും ഉണ്ടാവില്ല. ജപിച്ചാൽ ജപിച്ചു, ജപിച്ചില്ലെങ്കിലും ഭഗവാൻ അറിയാം. എൻ്റെ മനസ്സ് ഭഗവാൻ അറിയാം. ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. സർവ്വസ്ഥലത്തും ഭഗവാൻ തന്നെ നിറഞ്ഞിരിക്കുന്നത്. ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, വേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേട്ടോളും. ഇങ്ങനെ ഈ മനസ്സിലെ സകലമായ കോംപ്ലിക്കേഷൻസിനെയും കളഞ്ഞാലല്ലാതെ മനസ്സ് ശുദ്ധമായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ മനസ്സ് ശുദ്ധമാണോ? ഈ ഒരു കാര്യത്തിൽ ശുദ്ധമല്ല. ഭേദബുദ്ധി ഉണ്ട്. ഭേദബുദ്ധി ഉണ്ടെങ്കിൽ ശുദ്ധമല്ല, സംശയമല്ല. ഭേദബുദ്ധി ഉണ്ടാകാൻ പാടില്ല. നല്ല ശ്രമം വേണം അതിന്. ശ്രമം എന്താണ്? ഇത് തന്നെ, ഉപനിഷത്ത് പഠനം തന്നെയാണ് അതിന്റെ ശ്രമം. വീണ്ടും 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 ഉപനിഷത്ത് പഠിക്കുക, ശ്രുതിവാക്യങ്ങളെ ഓർക്കുക. ഉപനിഷത്ത് പഠനമല്ലാതെ, വേദാന്ത പഠനമല്ലാതെ ഇത് പറ്റില്ല. കർമ്മകാണ്ഡത്തിൽ കൂടി പോയാൽ ഭേദബുദ്ധി കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് വേദാന്തി കർമ്മകാണ്ഡത്തിൽ നിന്ന് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞത്. അവിടെ ആകാം. ഏതാണ്? ലൗകികമായിട്ടുള്ള ജീവിതകാലത്ത് സംസാരത്തില് കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കാര്യസാധ്യത്തിനായിട്ട് കർമ്മകാണ്ഡത്തെ തന്നെ സമീപിക്കണ്ടേ. കാരണം കർമ്മകാണ്ഡം ഈശ്വരനിൽ കൂടി തന്നെയാണ് എല്ലാം നേടിത്തരുന്നത്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ കൂടി പോകണം. നമ്മൾ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യങ്ങളുടെ ഫലമായിട്ടാണ്. വാസനകൾ ഒരുപാടുണ്ടാവും, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. അതെല്ലാം ഈ ശരീരം കൊണ്ട് തന്നെ അനുഭവിച്ചും നോക്കിയും കണ്ടും തീർക്കണം, അല്ലേ? അതാണല്ലോ. അപ്പൊ അതിന് ധർമ്മമാർഗം ഏതാണ്? ധർമ്മമാർഗമാണ് ഈ പറഞ്ഞ വൈദിക മതം. അതിൽ കൂടെ പോകണം. വൈദികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ കൂടി പോയി എന്തെല്ലാം അമ്പലങ്ങളിൽ പോവുക, വഴിപാട് കഴിക്കുക, ഹോമങ്ങൾ നടത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യാം. പക്ഷേ ഇതെല്ലാം കഴിയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആദ്യമേ പോയിട്ട് സർവം ബ്രഹ്മം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇനിയെങ്കിലും, ഇത്രയും ആയില്ലേ നമ്മളൊക്കെ,
ഇനിയെങ്കിലും നമ്മ സത്യമൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാം നമുക്ക് അറിയാം. ഇപ്പോ നമുക്ക് ഉള്ളില് എല്ലാ അറിവുണ്ട്. പ്രാക്ടിക്കലി നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തടസ്സം. ആ തടസ്സം മാറ്റാനാണ് അപരോക്ഷ അനുഭൂതി. അപരോക്ഷ അനുഭൂതിയുടെ ലക്ഷ്യം തടസ്സം മാറ്റലാണ്. എന്തിന്റെ തടസ്സം? ജ്ഞാനം ലഭിക്കുന്നതിന്റെ തടസ്സം, ജ്ഞാന അനുഭവത്തിന്റെ തടസ്സം, ജ്ഞാന നിഷ്ഠയായിട്ടിരിക്കുന്നതിന്റെ തടസ്സം. അറിവ് നമുക്കിപ്പോ ധാരാളം വായിച്ചു കഴിഞ്ഞും കേട്ട് കഴിഞ്ഞും പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരുപാട് ആത്മീയ കാര്യങ്ങൾ പല പല ഗുരുക്കന്മാരിൽ നിന്നും കേട്ടിട്ട് നമ്മുടെ ഉള്ളില് നല്ല അറിവുണ്ട്, നല്ല അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു കുറവുമില്ല. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ സാധിക്കുന്നുണ്ട്? വളരെ കുറച്ചല്ലേ പറ്റുന്നു. വളരെ വളരെ കുറച്ചേ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നടത്തുന്നു. അവിടെയാണ് നമ്മുടെ പരാജയം. അതില് ഏറ്റവും കൂടുതൽ അതിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ്, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരാൻ നമ്മളെ അനുവദിക്കാത്ത ഒന്നാണ് ഭേദബുദ്ധി. അതൊന്ന് മാറ്റി നോക്കുക. ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് വളരെ സുഖമാവും, ശാന്തമാവും. ഒരു തരത്തിലുള്ള വേവലാദികളും മനസ്സിലുണ്ടാകത്തില്ല. ഇപ്പൊ ഏറ്റവും വലിയ വേവലാതി അത് തന്നെയാണ്, ഈശ്വര കോപം. വലിയൊരു പ്രശ്നമാണ്. ഇവിടെ പോയാൽ ആ ഈശ്വരൻ കോപിക്കും, ഇപ്പുറത്ത് പോയാൽ മറ്റേ ഈശ്വരൻ കോപിക്കും. ഇന്ന് അതിലേ പോയപ്പോ ഒന്നും അങ്ങോട്ട് കയറിയില്ല, ഇപ്പുറത്തെ അമ്പലത്തിൽ പോകാൻ തിരക്കായ അവിടെ നടയടയ്ക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി അവിടെ കയറിയില്ല. ഭഗവാൻ എന്ത് വിചാരിക്കും? ഭഗവാൻ ഒന്നും വിചാരിക്കത്തില്ല. ഭഗവാൻ എന്ത് വിചാരിക്കും? നിങ്ങളെ കുറിച്ച് വിചാരിച്ചോണ്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ. ഇതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങൾ, ഒരുപാട് വിഡ്ഢിത്തരങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകണം. ഭേദബുദ്ധി മാറ്റിയാലേ നമുക്ക് രക്ഷപ്പെട്ടുള്ളൂ, ഒരു സംശയമില്ല. അപ്പോ ഈ ആചാര്യസ്വാമി പറഞ്ഞ ചില ശ്ലോകങ്ങളൊക്കെ ഓർത്ത് നോക്കുക. എല്ലാ പാത്രങ്ങളും മണ്ണുകൊണ്ടുണ്ടാക്കിയത്, അങ്ങനെയൊക്കെ ഓർക്കുക. എല്ലാ ആഭരണങ്ങളും സ്വർണം കൊണ്ടുണ്ടാക്കിയത്, ഓരോന്നിനും ഓരോ നാമവും ഓരോ ഉപയോഗവും ഒക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാത്തിന്റെ ആധാരം ഒന്ന് തന്നെയാണ്. അതുപോലെ പ്രപഞ്ചത്തിലും പലതും നമ്മൾ കാണുന്നു. എല്ലാം ഒരേ ഈശ്വരന്റെ രൂപങ്ങൾ തന്നെയാണ്. പല പല രൂപങ്ങളിൽ ഈശ്വരൻ ഇവിടെ വന്നിരിക്കുന്നു. നമ്മളും അതിൽ ഒരു രൂപമാണ്. നമ്മളും ഈശ്വര സ്വരൂപം തന്നെയാണ്. കൂടെ ഉള്ളവരും ഈശ്വര സ്വരൂപം തന്നെയാണ്. എല്ലാവരും ഈശ്വര സ്വരൂപം തന്നെയാണ്. ഇങ്ങനെ ഉറച്ചുറച്ചുറച്ചുറച്ചുറച്ച് മനസ്സിലെല്ലാം ഉറപ്പിച്ച് അനേക കാലം കൊണ്ട് മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഭേദബുദ്ധി വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭേദബുദ്ധികളെ മാറ്റുക. ഇന്ന് കൃഷ്ണനെ ജപിച്ചു, രാമനെ ജപിച്ചില്ല, രാമന്റെ ശ്ലോകം പറഞ്ഞില്ല, കൃഷ്ണന്റെ ശ്ലോകം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, കൃഷ്ണന്റെ രാമനൊക്കെ ഒന്ന് തന്നെ. അങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ച് ആ ഭേദബുദ്ധിയെ മാറ്റണം. ഭഗവാൻ തന്നെ ഇതെല്ലാം എത്രയോ പറയുന്നുണ്ട്. ഈശ്വരൻ തന്നെ ഇതെല്ലാം പറയുന്നു, എല്ലാം ഞാനാണ്, എല്ലാം ഞാനാണ്, എല്ലാം ഞാനാണ്. നമ്മൾ സമ്മതിക്കത്തില്ല. അങ്ങനെയൊന്നും അങ്ങ് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് നമ്മളെ കുറച്ചില്ല. ഭഗവാൻ പറയണ പോലും ശരിയല്ല എന്നാ പറയണം. ഭഗവാൻ അങ്ങനെയൊക്കെ പറയും, എന്നാലും എന്താണ് വേറെ തന്നെയാണെന്ന് നമ്മുടെ വിചാരം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ബുദ്ധി വലിയ ബുദ്ധിയാണ്. നമുക്ക് ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മള് ഭഗവാനെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോ വളരെ ശ്രദ്ധ വേണം. ഭേദബുദ്ധി മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ ഒരിക്കലും ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ല. അതാണ് ഇവിടെ വലിയ കാര്യമായിട്ട് ഇവിടെ പറഞ്ഞു തന്ന ഇതാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 65-ാമത്തെ ശ്ലോകം. സർവോപി വ്യവഹാരസ്തു ബ്രഹ്മണാ ക്രിയതേ ജനൈഃ അജ്ഞാനാന്ന വിജാനന്തി മൃദേവ ഹി ഗടാധികം. സർവോപി വ്യവഹാരസ്തു ബ്രഹ്മണാ ക്രിയതേ ജനൈഃ അജ്ഞാനാന്ന വിജാനന്തി മൃദേവ ഹി ഗടാധികം. എന്താ പറയുന്നേ? സർവാത്മഭാവം വളരെ ഭംഗിയായിട്ട് പറയും. സർവാത്മഭാവം വളരെ ഭംഗിയായിട്ട് പറയാ. ഈ സർവാത്മഭാവം ഉറയ്ക്കണം ശരിക്കും. ഈ ലോകത്തില് നമ്മൾ പ്രാരബ്ധ കർമ്മത്തിലാണ് ജീവിക്കുന്നത്, ആണല്ലോ, എല്ലാവർക്കും അറിയാം. പ്രാരബ്ധ കർമ്മത്തിലാണ് ജീവിക്കുന്നത്. പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്തും സഞ്ചിത കർമ്മങ്ങൾ ഉണ്ടാവും, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാകും. സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് പ്രാരബ്ധ കർമ്മത്തെ എടുത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. ആഗാമി കർമ്മം പുതിയതായിട്ട് ചെയ്യുന്നതെല്ലാം ആഗാമിയാണ്, സഞ്ചിതമാണ്. അവിടെ വലിയ ഒരു മുട്ടനൊരു ബാഗുണ്ട്, അത് സഞ്ചിതം. അതിൽ നിന്ന് ശക്കല എടുത്തിട്ടാണ് ഈ ജന്മം തന്നെ. ഇപ്പൊ ഒരു 90 വയസ്സ് വരെ ജീവിച്ചോളൂ, ഈ കുറച്ച് കർമ്മം എടുത്തോളൂ എന്നും പറഞ്ഞ് ശക്കലം കർമ്മകർമ്മ കൊല്ലത്തേക്ക് എടുത്തു തന്നു.
ഒരു ചെറിയൊരു പെർസെന്റേജ്, ഒരു 1% പോലും കാണത്തില്ല. അതിന്റെ കുറവേ തരാറുള്ളൂ. പിന്നെ കിടക്കുന്ന ഇഷ്ടം പോലെ എത്രയോ ജന്മങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നു. ആ സഞ്ചിതകർമ്മത്തിൽ നിന്ന് ശകലം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. പ്രാരബ്ധത്തെ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് പ്രാരബ്ധം. ആ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതില് കർത്തൃത്വത്തോടുകൂടെ ചെയ്യുന്നു, ഫലം ആഗ്രഹിച്ച് ചെയ്യുന്നു. ആ ഫലം ആഗ്രഹിക്കുമ്പോൾ ചിലത് ഇമ്മീഡിയറ്റ് ബലം കിട്ടും, ചിലത് ഇമ്മീഡിയറ്റ് ബലം കിട്ടത്തില്ല. പക്ഷെ ഏത് കർമ്മത്തിനും ഫലമുണ്ട്. പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും ഫലമുണ്ട്. ആ ഫലം ഇപ്പോൾ ചിലത് മാത്രമേ ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുള്ളൂ. ചിലത് എന്ത് ചെയ്യും, ആഗാമിയായിട്ട് അവിടെ ഉണ്ടാവും. ഈ ശരീരം വിടുമ്പോൾ ആ ആഗാമി മുഴുവൻ സഞ്ചിതത്തിൽ പോയി ചാടും. അപ്പൊ സഞ്ചിതം എന്തായി? ചിലപ്പോ ചില ആൾക്കാർക്ക് എന്താണെന്നറിയോ, സഞ്ചിതത്തിൽ നിന്ന് ശക്കലം പ്രാരബ്ധം കുറച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ പ്രാരബ്ധത്തിലേക്ക്. തിരിച്ച് അതിലോട്ട് വിടുന്നത് ആഗാമി വളരെ കൂടുതലായിരിക്കും. ഒരുപാട് കൂട്ടി അങ്ങോട്ട് വിടും. അപ്പൊ വീണ്ടും ജന്മങ്ങളുടെ എണ്ണം കൂടും. ഇങ്ങനെയാണ് കർമ്മത്തിന്റെ ലോ പോകുന്നത്. അപ്പോ ഈ ലോകത്തിലെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന പ്രാരബ്ധ കർമ്മത്തില് ജ്ഞാനം ലഭിക്കോ ഇല്ലയോ അത് പിന്നത്തെ കാര്യം. അതിനല്ലേ ശ്രമിക്കുന്നത്. ഇത് പിന്നത്തെ കാര്യം. ചിലപ്പോൾ ലഭിക്കാം, ചിലപ്പോൾ ലഭിക്കാതിരിക്കാം. എന്തായാലും എടുക്കുന്ന പണി വെറുതെ ആവില്ല. അത്രയും മുന്നോട്ട് പോകും, അത്രയും അറിവുള്ളിൽ ഉണ്ടാകും. ഏത് ജന്മം എടുത്താലും ഈ സൂക്ഷ്മ ശരീരത്തില് കിട്ടിയിരിക്കുന്ന അറിവിനനുസരിച്ച ശരീരമാണ് അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുക. അത് സംശയമേ വേണ്ട. പ്രാരബ്ധം മൂലം വ്യവഹാരം ചെയ്തേ പറ്റുള്ളൂ, അല്ലെ? പ്രാരബ്ധം മൂലമാണ് വന്നിരിക്കുന്നത്. അപ്പൊ വ്യവഹാരം ചെയ്തേ പറ്റുള്ളൂ. വ്യവഹാരം ഈസ് ഈക്വൽ ടു പ്രാരബ്ധ ബലം. അതാണ് പറയുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാരബ്ധ ബലം. ഓരോരുത്തർക്കും ഓരോന്നല്ലേ? എല്ലാവർക്കും ഒരേ രീതിയിലാണ് വ്യവഹാരം? അല്ല. കാരണം എന്താ? പലർക്കും പല പ്രാരബ്ധമാണ്. അപ്പൊ നമ്മൾ ഉറങ്ങണ സമയം ഒരു ഇന്റർവെലാണ്. പ്രാരബ്ധത്തിന്റെ ഒരു ഇന്റർവെൽ. ശക്കലം സമയം നമുക്കൊരു ഇന്റർവെൽ തരും. ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഒരു പ്രാരബ്ധം അനുഭവിച്ചു, ഒരു ഇന്റർവെൽ തന്നു. ശക്കലം നേരം പോയി വിശ്രമിക്കുക, അടുത്ത പ്രാരബ്ധം വരാനിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അടുത്ത പ്രാരബ്ധം തുടങ്ങും. അന്നും ഉറങ്ങും, പിറ്റേ ദിവസം വീണ്ടും പ്രാരബ്ധം തുടങ്ങും. ഇങ്ങനെ ഉറക്കത്തെ പ്രാരബ്ധത്തിന്റെ ഇന്റർവെൽ എന്ന് ആചാര്യന്മാര് ഗുരുനാഥന്മാര് പറഞ്ഞു തരാറുണ്ട്. ഒരു ഇന്റർവെൽ കിട്ടും നിങ്ങൾക്ക്, കിട്ടോ, കുഴപ്പമില്ല. അത് ഉറക്കമാണെന്ന് മാത്രമേ. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ട് ചെയ്യുക, അല്ലെ? ട്രാൻസാക്ട് ചെയ്യുക, അതാണ് വ്യവഹാരം. മറ്റുള്ളവരുമായിട്ട് പല കാര്യങ്ങളും ചെയ്യുക, കൊടുക്കുക, വാങ്ങുക, ആ ട്രാൻസാക്ഷൻ ഒക്കെയാണ് വ്യവഹാരം. അതാണ് സംസാരം. ഈ വ്യവഹാരം ചെയ്യുന്നത് തന്നെയാണ് സംസാരം. കൊടുക്കൽ വാങ്ങൽ അതൊക്കെയാണല്ലോ. അതിലാണല്ലോ ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോ വെറുപ്പ്, ചിലപ്പോൾ സ്നേഹം. ഇതൊക്കെ ഈ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിങ്കിളിങ്ങളും കൊണ്ടും വ്യവഹാരം കൊണ്ടും, അതായത് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കൊണ്ടുമാണ് നടക്കുന്നത്. ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ. പക്ഷേ ആചാര്യസ്വാമി പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു ഇവിടെ. വ്യവഹാരം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പലരും പലരോടും പല വ്യവഹാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആചാര്യസ്വാമി പറയുന്നു, നമ്മൾ വ്യവഹാരം ചെയ്യുന്നത് ബ്രഹ്മത്തോടാണ്. അതേട്ടല്ലേ കേൾക്കണേ? നമ്മൾ വ്യവഹാരം ചെയ്യുന്നത് ആരോടാണ്? ബ്രഹ്മത്തോടാണ്. അവിടെ മനസ്സ് എവിടെ പോയി? ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ഏറ്റവും വിശാലമായ ചിന്താഗതിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. 3 കാര്യങ്ങളാണല്ലോ മനസ്സ് വേണ്ടേ. മനസ്സിന് ഏകാഗ്രത, മനഃശുദ്ധി, മനവിശാലത. ഇത് 3ഉം ഒത്തുകഴിഞ്ഞാൽ അതാണ് മോക്ഷം. മനഃശുദ്ധി, ഏകാഗ്രത. ആദ്യം ഏകാഗ്രത വേണം, പിന്നെ മനഃശുദ്ധി ഉണ്ടാകണം, പിന്നെ മനവിശാലത. ഈ പറഞ്ഞ കാര്യം ആരോടും വ്യവഹാരം ചെയ്യുമ്പോഴും ഞാൻ ഈശ്വരനോടാണ്, ബ്രഹ്മത്തോടാണ് വ്യവഹാരം ചെയ്യുന്നത് എന്ന ബോധം ഉള്ളിൽ നിറയ്ക്കണം. ഓരോ ജീവനും മറ്റൊരു ജീവനോടെ, ജഡവസ്തുവിനോടോ വ്യവഹാരം വയ്ക്കുമ്പോൾ, ഓരോ ജീവനും മറ്റൊരു ജീവനോടോ ഒരു ജഡമായിട്ടുള്ള ഒരു കാര്യത്തിനോടോ വ്യവഹാരം വയ്ക്കുമ്പോൾ, അതാണ് എങ്ങനെയാ അതൊക്കെ? ഒന്നിലെ കാണുക, അല്ലെ? ജഡമായതിനെയൊക്കെ കാണുക, അങ്ങോട്ട് നീക്കി വെക്കുക, ഇങ്ങോട്ട് നീക്കി വെക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ വ്യവഹാരം. പിന്നെയോ
ജീവന്മാരായിട്ടുള്ളതിനോട് സംസാരിക്കുക, ജീവികളാണെങ്കിൽ അതിനെ വേറെ ഒരു തീറ്റ കൊടുക്കുക, കൊണ്ടുനടക്കുക, നീക്കിയിരുത്തുക, അല്ലെ, കൂട്ടിലിടുക, കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുക, കയറ് കെട്ടുക, ഇങ്ങനെ പല രീതിയിലും ജീവികളോട് പെരുമാറും. മനുഷ്യരോട് സംസാരിക്കുകയും മറ്റു പല കാര്യങ്ങളും മനുഷ്യരുമായിട്ടും ചെയ്യും. അപ്പൊ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ഓരോ ജീവനും ബ്രഹ്മത്തോടാണ് ഞാൻ വ്യവഹാരം ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ എന്ന് ഒരു ചിന്ത ഉണ്ടാവണം എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. നമ്മുടെ ഓരോ വ്യവഹാരത്തിലും ഞാൻ പ്രാരബ്ധം കൊണ്ട് വ്യവഹാരം ചെയ്തേ പറ്റൂ, പ്രാരബ്ധം കൊണ്ട് ശരീരം കിട്ടി, ഇവിടെ വന്നു, ഇത്രയും നാൾ മുന്നോട്ട് പോയി, ആരുടെയോ എന്താ പറഞ്ഞവർ എത്രയോ കാലത്തെ നമ്മുടെ തപസ്സിന്റെ ഫലമായി വേദാന്തം പഠിക്കാൻ തോന്നി, അതിലും പ്രകരണ ഗ്രന്ഥങ്ങളിലേക്ക് വരാൻ തോന്നി, തത്വബോധം നോക്കി, വിവേക ചൂടാമണി നോക്കി, ഇതാ അപരോക്ഷ അനുഭൂതിയിൽ വന്ന് നിൽക്കുന്നു. തടസ്സങ്ങൾ മാറാൻ വേണ്ടി ആചാര്യസ്വാമി പലതും പറഞ്ഞു തരുന്നു. അതില് വലിയ ഒരു തടസ്സത്തെ മാറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ ഭേദബുദ്ധി മാറ്റൽ. അടുത്തത് ഇവിടെ പറയുന്നു, വ്യവഹാരം ചെയ്യുന്നത് ബ്രഹ്മത്തോടാണ് എന്നൊരു ഓർമ്മ വേണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവനവന്റെ കുട്ടികളോട് പെരുമാറുമ്പോഴും, ഭാര്യയോട് പെരുമാറുമ്പോഴും, അച്ഛനോട് പെരുമാറുമ്പോഴും, അമ്മയോട് പെരുമാറുമ്പോഴും, സുഹൃത്തുക്കളോട് പെരുമാറുമ്പോഴും, ഗുരുവിനോട് പെരുമാറുമ്പോഴും, ശിഷ്യന്മാരോട് എപ്പോഴും ഞാൻ വ്യവഹാരം ചെയ്യുന്നത് ബ്രഹ്മത്തോടാണ് എന്ന് ഉള്ളിൽ അറിയണം. പുറത്തേക്ക് പറ്റില്ല. പുറത്തേക്ക് ഞാൻ പറയാൻ പറ്റുമോ? കുഞ്ഞിനെ ബ്രഹ്മമേ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അതൊക്കെ വ്യവഹാരം തന്നെയാണ്. പക്ഷേ വ്യവഹാരം ചെയ്യുന്നത് സർവവുമായ ബ്രഹ്മത്തോട് തന്നെയാണ്. ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് അടിയുറച്ച മനസ്സിൽ ശരിക്കും മനസ്സിനകത്ത് ചേർക്കണം. നേരത്തെ പറഞ്ഞ ഭേദബുദ്ധിയുടെ കാര്യം നോക്കി, അത് തന്നെ കടക്കാൻ പറ്റുന്നില്ല. ഇത് ഈശ്വരന്മാരുടെ കാര്യത്തിൽ തന്നെ ആകെ കെട്ടുപണഞ്ഞ് കിടക്കുക. പിന്നെ ഇതും കൂടെ ആയാലോ? അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ. എളുപ്പമാണ് എന്ന് വിചാരിച്ചാണോ അപരോക്ഷാനുഭൂതി പഠിക്കാൻ വന്നേ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്തുമാത്രം അപരോക്ഷ അനുഭൂതി വരണമെങ്കിൽ എന്തുമാത്രം പ്രയാസമുണ്ട്, എത്രത്തോളം മനസ്സിനെ, വേറെ ഒന്നിനെയല്ലോ, ശരീരത്തെ ഒന്നും പ്രശ്നമല്ല, അത് അതിന്റെ പാട്ടിന് വരുമ്പോ മനസ്സിനെ ശരിയാക്കി കൊണ്ടുവരണ്ടേ. അതായത് സൂക്ഷ്മ ശരീരവും കാരണശരീരവും കൂടെ ഇല്ലാണ്ടാവണം. കാരണശരീരം സംസ്കാരം നിറഞ്ഞിരിക്കുകയാണ്, പൂർവജന്മ സംസ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, വാസനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനെയൊക്കെ എടുത്തു കളയണം. എടുത്തു കളയണമെങ്കിൽ ഈ വഴിക്കൊക്കെ വന്നാലേ അതൊക്കെ ഇല്ലാണ്ടാവുള്ളൂ. അതാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രാരബ്ധത്തിൽ ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുക. ഈ പ്രാരബ്ധത്തിൽ ഇരിക്കുമ്പോ മനസ്സിലാക്കണം, ഞാൻ എല്ലാം ഈശ്വര സ്വരൂപമാണ്, ഞാൻ പെരുമാറുന്നതും പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഈശ്വര സ്വരൂപമാണ് എന്ന് വീണ്ടും 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 കൊണ്ടുവരണം. എളുപ്പമല്ല, 1-2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ ശ്രമിച്ചാലല്ലേ പറ്റുള്ളൂ. ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും സാധിക്കില്ല. സാധിക്കും എന്ന് പറഞ്ഞ് അനവരതം അക്ഷീണം പ്രവർത്തിക്കണം. ഇനി വരുന്നുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. നമുക്ക് ഇതിനിപ്പോ ആലോചിച്ചറിയാലോ എങ്ങനെ സാധിക്കും. നിത്യവും അതിനു വേണ്ടി ശ്രമിച്ചാലേ സാധിക്കുള്ളൂ. ഏത് കാര്യവും ശ്രമം കൊണ്ട് മാത്രമേ സാധിക്കൂ, ഒരു സംശയവുമില്ല. അപ്പോ വ്യവഹാരം ചെയ്യുന്നത് ജഡവസ്തുവിനോടായാൽ പോലും, മേശ, കസേര മുതലായ, കല്ല്, മണ്ണ് മുതലായ ജഡവസ്തുക്കളോടാണെങ്കിൽ പോലും അതും ബ്രഹ്മമാണല്ലോ, അല്ലെ? ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ലല്ലോ. ചിലതിന് ചൈതന്യം വന്നിരിക്കുന്നു, ചിലതിനെ അതിന് മൂവ്മെന്റിനുള്ള ശക്തി ഇല്ലാതെ സൃഷ്ടിച്ചിരിക്കുന്നു, ചിലതിന് മൂവ്മെന്റിനുള്ള ശക്തിയോടെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ കാണുന്നത്? അപ്പോൾ ജഡവസ്തുവാണെങ്കിലും ചൈതന്യ വസ്തുവാണെങ്കിലും എല്ലാം ഈശ്വരൻ തന്നെയാണ്. ഞാൻ പെരുമാറുന്നതെല്ലാം ഈശ്വരനോട് തന്നെയാണ്. ഞാൻ വ്യവഹാരം ചെയ്യുന്നത് മുഴുവൻ ബ്രഹ്മത്തോടാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ഇനി നോക്കാം. സർവോപി വ്യവഹാരസ്തു ബ്രഹ്മണ ക്രിയതേ ജനൈഹി. സർവഹ അപി വ്യവഹാരഃ തു. എല്ലാ വ്യവഹാരങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം. എല്ലാ വ്യവഹാരങ്ങളും. എന്താണ് ഈ വ്യവഹാരം? ജീവിതം. എന്താണ് ജീവിതം? പ്രാരബ്ധം, അല്ലെ? കറക്റ്റ് അല്ലേ? തിരിച്ചു പോയി കഴിഞ്ഞാൽ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം. അതുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. പ്രാരബ്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അത് അനുഭവിക്കണം, പ്രയത്നിക്കണം, കർമ്മം ചെയ്യണം. അപ്പോ അങ്ങനെ
സർവ അപി വ്യവഹാരഹാത്തു എല്ലാ വ്യവഹാരങ്ങളും ബ്രഹ്മണ ക്രിയതേ ജനൈഹി ജനൈഹി മനുഷ്യരാൽ ക്രിയതേ ചെയ്യപ്പെടുന്നു. ക്രിയതേ ജനൈഹി മനുഷ്യരാൽ ചെയ്യപ്പെടുന്നു. എല്ലാ വ്യാപാരങ്ങളും ചെയ്യപ്പെടുന്നു. ആരോട്? ബ്രഹ്മണ ബ്രഹ്മത്തോട്. സർവേപി വ്യവഹാരസ്തു ബ്രഹ്മണ ക്രിയതേ ജനൈഹി. അതിൽ ബ്രഹ്മണ എന്നുള്ളത് അവിടെ നിർത്തി ബാക്കി നോക്കുമ്പോ സർവ അപി വ്യവഹാരഹാത്തു ക്രിയതേ ജനൈഹി. എങ്ങനെ? എവിടെ? ബ്രഹ്മണ ബ്രഹ്മത്തോട്. എല്ലാ വ്യവഹാരങ്ങളും ബ്രഹ്മത്തോടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ജീവൻ മുക്തി നടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ജീവൻ മുക്തി ഉണ്ടാവില്ല. ജീവൻ മുക്തി നടക്കുന്നത് ബ്രഹ്മത്തോട് വ്യവഹാരം ചെയ്യുന്നത് കൊണ്ടാണ്. ഒരാൾ ചോദിച്ചു, ജ്ഞാനിക്ക് സ്വയം സമാധാനമായി ഇരിക്കാം, അയാൾക്ക് സ്വയം സമാധാനമായിട്ടിരിക്കാം. പക്ഷേ ഈ ലോകത്തില് മറ്റുള്ളവരുടെ ദുസ്ഥിതി കാണുമ്പോൾ അയാൾക്ക് പ്രയാസമുണ്ടാകില്ലേ? സാധാരണ ഇപ്പോ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം. അയാൾക്ക് സമാധാനമുണ്ട്, ജ്ഞാനി സമാധാനമായി ഇരിക്കുന്നു, ശരി. അപ്പൊ പറയാണ്, മറ്റുള്ളവരുടെ ദുസ്ഥിതി കാണുമ്പോ പ്രയാസമുണ്ടാകില്ലേ? അനീതി, യുദ്ധം മുതലായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇല്ലേ, നമ്മൾ എന്നും വായിക്കുന്ന പേപ്പറിൽ അനീതിയേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും അനീതി മാത്രം. അപ്പൊ പ്രയാസം ഉണ്ടാകില്ലേ? ജ്ഞാനിക്ക് ഉണ്ടാവില്ല. അപ്പൊ പറയും നമ്മൾ, ഇയാൾ എന്നെ മനുഷ്യനാണോ എന്ന്. അല്ലെ? ഉടനെ നമ്മൾ പറയണത് എന്താ? ഇയാൾ എന്നെ മനുഷ്യനാണോ? മനുഷ്യനായാൽ ഇതൊക്കെ ഉണ്ടാവണ്ടേ? ജ്ഞാനി മനുഷ്യൻ തന്നെയാണ്, പക്ഷെ ജ്ഞാനിയാണ്. ജ്ഞാനിക്കൊരു പ്രയാസം ഉണ്ടാവത്തില്ല. ഇത് കാണുമ്പോൾ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. അയ്യേ, പിന്നെ എന്തിനു കൊള്ളാം എന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖം ഉണ്ടാകണ്ടേ? ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സഹതാപം ഉണ്ടാവും ഉള്ളിലും. ഇവരൊക്കെ നല്ല രീതിയിൽ ആത്മീയത ഉണ്ടെങ്കിൽ ഇവരുടെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് മോചനം കിട്ടുമല്ലോ, ഇവരെന്തേ ആ വഴിക്കൊന്നും ചിന്തിക്കാട്ടെ എന്ന് വേണമെങ്കിൽ ഞാൻ ചിന്തിക്കും. അവരുടെ കർമ്മഫലം അവരനുഭവിക്കുന്നു. ഈ കർമ്മഫലം നശിപ്പിച്ചു കളയാൻ അവർക്ക് ആത്മീയമായിട്ട് ചിന്തിച്ചുകൂടെ? അവർക്ക് ഈശ്വരനെ ഭജിച്ചുകൂടെ? ഇങ്ങനെയുള്ള ചിന്തകൾ ജ്ഞാനിക്കുണ്ടാകാം. അല്ലാതെ അത് കണ്ടിട്ട് ജ്ഞാനി സങ്കടപ്പെടില്ല. ജ്ഞാനി അതിനൊക്കപ്പുറമല്ലേ. അവിടെ രാഗവിദ്വേഷങ്ങളില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല, ജയപരാജയങ്ങളില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലേ. കാരണം ജ്ഞാനിക്ക് എല്ലാം ബ്രഹ്മമാണെന്നറിയാം. ഇതെല്ലാം ബ്രഹ്മമാണ്, ഇതെല്ലാം മിഥ്യയാണെന്ന് അങ്ങേർക്ക് നന്നായിട്ട് അറിയാം. അങ്ങേർക്ക് മിഥ്യയാണെന്ന് നന്നായിട്ട് അറിയാം. നമുക്ക് പറയുന്ന പോലെയല്ല. നമ്മളിപ്പോ മിഥ്യ എന്ന് പറഞ്ഞിട്ട് എന്നാ യുദ്ധം നടന്നാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവം ഉണ്ടായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജ്ഞാനി ചിന്തിക്കുന്ന രീതി വേറെയല്ലേ. ജ്ഞാനം എന്നുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ സർവവും ഈശ്വരമയം. ഇവിടെ ഈശ്വരൻ അറിയാതെ ഒന്നുമില്ല. എല്ലാത്തിനും കാരണങ്ങൾ കാണും പുറകിൽ. എല്ലാം അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹം തന്നെയാണ് സൃഷ്ടാവ്, അദ്ദേഹം തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിൽ തന്നെയാണ് ഇതെല്ലാം ലയിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനതിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണം? എന്നാലും അങ്ങനെയല്ല. യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതിന് ഞാൻ ചെറിയൊരു കാര്യം പറയാം. അങ്ങനെ ഇപ്പൊ ഇവരെ കുറിച്ച് നമ്മൾ പറയും. ഇപ്പോ ഒരു സ്വാമിജിമാരെ കുറിച്ചോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മുക്ത അവസ്ഥയിൽ ഇരിക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവര് ഹിമാലയത്തിലോ അവിടേക്ക് ഇരുന്നുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് അവർ ക്ഷേമത്തിന് വേണ്ടി തപസ് ചെയ്ത് ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് പലരും പറയാറുണ്ട്. അതേസമയം ഇപ്പോ ക്രിക്കറ്റ് കളി, കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളി ഉണ്ടായി, ഇന്ത്യക്ക് കപ്പ് കിട്ടി. ഒരു ഭാഗത്ത് ലോകം കത്തിയിരിക്കുന്നു, എത്രയോ ആയിരങ്ങൾ പടഞ്ഞു മരിക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് നടന്നു, നാളെ കളിക്കാതല്ലേ. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഒരു ഭാഗത്ത് അല്ലേ. ഒരു ഭാഗത്ത് എന്താ പറയാ, ദുരിതത്തിന്റെ ദുരിതം നടക്കുന്നു, വേറൊരു ഭാഗത്ത് ആർത്തുല്ലസിച്ച് കളി നടക്കുന്നു. ഇത് മനുഷ്യൻ തന്നെയാണ് രണ്ടും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ഇത് രണ്ടും ഉണ്ട്. ഇവര് സാധാരണ ജനങ്ങള് ഇതിനെ അവർക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. എന്നിട്ട് കുറ്റം പറയുന്ന ആരെയാണ്? ആത്മീയമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നവരെ, ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ, ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുന്നവരെ അവർ വെറുതെ അവിടെ ഇരിക്കുന്നു എന്ന് പറയും. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ
അവർക്ക് ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് കാണുന്നില്ലേ? ഈ ക്രിക്കറ്റുകളിയും ഇതിനകത്തുള്ള പൈസയുടെ വ്യാപാരവും ഈ സംഭവം ഇതെല്ലാം നടക്കുമ്പോൾ എന്താ അവിടെ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഈ ലോകത്ത് തന്നെയല്ലേ നടക്കുന്നത്, നമ്മുടെ കണ്ണിൽ തന്നെയല്ലേ നടക്കുന്നില്ല നടക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല. ആരെന്ത് പറഞ്ഞാലും പ്രശ്നമല്ല, പറഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ സർവവും ബ്രഹ്മമായിട്ട് കാണുന്നു. ആ കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യന്റെ ലെവലിലേക്ക്, അജ്ഞാനിയുടെ ലെവലിലേക്ക് വന്നുകൊണ്ട് ഒരാളുടെ ദുഃഖം കാണുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കരുത്. ആ ചിന്ത ജ്ഞാനിക്കുള്ളതല്ല, മനസ്സിലാക്കുക പ്രത്യേകം. ജ്ഞാനിയുടെ വ്യവഹാരം ബ്രഹ്മത്തോടാണ്. ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് വരുന്നത് എങ്ങനെയാ വരുന്നത്? ശിഷ്യൻ ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ എത്തുന്നത് എങ്ങനെയാണ്? സംസാരിയായിട്ടാണ് വരുന്നത്. ജ്ഞാനിയായിട്ടാണോ ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്? അല്ല, സംസാരിയായിട്ടാണ് ഗുരുവിന്റെ അടുത്തേക്ക് എത്തുന്നത്. ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയം സംസാരി. കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, സംസാര സാഗരത്തിൽ നിന്ന് രക്ഷ കിട്ടാനാണ് വരുന്നത്. ആ മനസ്സോടുകൂടി തന്നെയാണ് ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്. ഗുരുവോ? ഗുരു ജ്ഞാനിയാണ്. അതുകൊണ്ടാണല്ലോ ഗുരുവിന്റെ അടുത്തേക്ക് വന്നേ. ഗുരു ജ്ഞാനിയാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഞാനും മുക്തൻ തന്നെയാണ്, ഈ ശിഷ്യനും മുക്തനാവും കുറച്ചു കാലം കഴിയുമ്പോൾ. സമയ വ്യത്യാസമേ ഉള്ളൂ. ഞാനിപ്പോൾ മുക്തനാണ്, ഈ ശിഷ്യനും മുക്തനാകും. മുക്തൻ തന്നെ, പക്ഷെ സമയ വ്യത്യാസം ഉണ്ടാവും. അത്രമാത്രമേ ഉള്ളൂ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം. ഇത് എന്തിനാ അങ്ങനെ പറയണേ? ലോകത്തെ മിഥ്യയായിട്ടോ ബ്രഹ്മമായിട്ടോ കണ്ട് വ്യവഹാരം ചെയ്താൽ സംസാരം എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. ലോകത്തെ ഒന്നിലെ മിഥ്യയായിട്ട് കാണണം, അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ വ്യവഹാരം ചെയ്താൽ അവിടെ നമുക്ക് സംസാര ദുഃഖം നമ്മളെ അലട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സംസാര ദുഃഖമുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ പ്രായത്തിൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് സംസാര ദുഃഖമുണ്ടോ? ഉണ്ട് എന്ന് തോന്നിയാൽ അതിന്റെ കോസ് കണ്ടുപിടിക്കും. ഏതിൽ നിന്നാണ് എനിക്ക് ആ ദുഃഖം എൻ്റെ മനസ്സിനെ കീഴടക്കുന്നത്? എന്നിട്ട് അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം. അത് സത്യമാണോ? എന്നേക്കുമുള്ളതാണോ? അതോ വന്നു പോകുന്നതാണോ? ഇങ്ങനെ ചിന്തിക്കണം. നേരത്തെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ട്, നാളെ ഉണ്ടാകുമോ? ഇങ്ങനെ ഒരുപാട് ആ ദുഃഖം എന്ന് നമ്മളിപ്പോ സങ്കല്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ആ സങ്കല്പിച്ചിരിക്കുന്ന സംസാര ദുഃഖത്തെ നീക്കണം. നീക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലാണുള്ളത് മുഴുവൻ, നീക്കുന്നത് മനസ്സിൽ കൂടെയാണ്. അതിനാണ് ആചാര്യസ്വാമി ഇത് മുഴുവൻ പറഞ്ഞു തരുന്നത്. ഈ മിഥ്യ എന്നുള്ളത് വന്നാൽ എന്ത് ദുഃഖം? ഒരു ദുഃഖവും ഇല്ല. ആരെക്കുറിച്ച് ദുഃഖം? അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ദുഃഖം? എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ നമുക്ക് മാത്രം എന്ത് ദുഃഖം? ദുഃഖത്തോടുകൂടി എങ്ങനെ കാണും ബ്രഹ്മത്തെ? ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ശ്ലോകങ്ങളാണെങ്കിലും ഒരുപാട് തത്വം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അജ്ഞാനാത് ന വിജാനന്തി എന്നാണ് അടുത്തത് പറഞ്ഞത്. അജ്ഞാനാത് ന വിജാനന്തി സർവോപി വ്യവഹാരസ്തു ക്രിയതേ ജനൈഹി ബ്രഹ്മണ അജ്ഞാനാന്ന വിജാനന്തി മൃദേവഹി ഘടാധികം. അജ്ഞാനാത് ന വിജാനന്തി, അജ്ഞാനം മൂലം, അറിവില്ലായ്മ മൂലം, ആ ജ്ഞാനം നേടാത്തത് മൂലം, സ്വരൂപ അജ്ഞാനത്താൽ ന വിജാനന്തി, അറിയുന്നില്ല. ഏതിനെയാണ് അറിയാത്തത്? നാം ബ്രഹ്മത്തോടാണ് ട്രാൻസാക്ട് ചെയ്യുന്നത്, വ്യവഹാരം ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല. ആരറിയുന്നില്ല? അജ്ഞാനി അറിയുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് അജ്ഞാനാത്. അജ്ഞാനാത്, ആ അജ്ഞാനം മാറാനല്ലേ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ജ്ഞാനം വന്നിട്ടും ഇത്രയും അറിഞ്ഞിട്ടും ജ്ഞാനത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഭേദബുദ്ധിയും മറ്റും മാറ്റിയില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ ജ്ഞാനിയാവുക? എങ്ങനെയാ മുക്തപുരുഷനാവുക? അപ്പോ അജ്ഞാനാത്മ വിജാനന്തി, അജ്ഞാനം കൊണ്ടാണ് വിജാനന്തി, അറിയാത്തത്. അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാത്തത്. ഞാൻ ബ്രഹ്മത്തോടാണ്, പ്രാരബ്ധം കൊണ്ട് ശരീരം കിട്ടി,
ഈ പ്രാരബ്ധം കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ, കർമ്മം ചെയ്തേ പറ്റുള്ളൂ. ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാവരുമായിട്ടും ഇടപഴകുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും ഞാൻ ബ്രഹ്മത്തോട് തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ സ്വയം ബ്രഹ്മമല്ല എന്ന ഒരു തോന്നൽ എന്നിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് എനിക്ക് ഇപ്പോ ഉപനിഷത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരിൽ ഈശ്വരനെ കണ്ടാലേ എനിക്ക് എന്നിലും ഈശ്വരനെ കാണാൻ പറ്റും. അപ്പൊ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുമ്പോൾ സ്വയം ഞാനും ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വരും എന്ന് ഉറച്ചു തീരുമാനിക്കണം. ഞാൻ ട്രാൻസാക്ട് ചെയ്യുന്നത്, ഇടപഴകുന്നത് മുഴുവൻ ബ്രഹ്മത്തോടാണ്. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല, അജ്ഞാനം കൊണ്ട് അറിയുന്നില്ല. ആ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മത്തെ അറിയാൻ പറ്റാത്തതും. അല്ലേ? അജ്ഞാനമല്ലേ ബ്രഹ്മത്തെ അറിയാതിരിക്കാൻ കാരണം. മുക്തിക്ക് തടസ്സം എന്താണ്? അജ്ഞാനം. അജ്ഞാനം മാറിയാൽ എന്താണ് അതിന്റെ പേര്? അജ്ഞാനമായി. അല്ലാതെ ജ്ഞാനം പ്രത്യേകിച്ച് വേറെ വരണ്ട, അജ്ഞാനം മാറിയാൽ മതി. ഓ, അജ്ഞാനം മാറണം. അജ്ഞാനം കൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാത്തത്. അപ്പൊ ബ്രഹ്മത്തെ കണ്ടുപിടിക്കാൻ പ്രയാസം എന്തുകൊണ്ടാ? അജ്ഞാനം കൊണ്ട്. ന വിജാനന്തി. അത് എവിടെയാണെങ്കിലും അതാ ഉണ്ട് എന്ന് പറയാൻ പോയി നോക്കാം, കാണാം. എല്ലായിടത്തും ബ്രഹ്മം എന്നതിനാൽ കണ്ടുപിടിക്കാൻ പ്രയാസം, അല്ലെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? നമുക്ക് അങ്ങോട്ട് പോകും. ബ്രഹ്മം ഉണ്ട്, ഇന്ന് സ്ഥലത്ത് തന്നെ ഗുഹയ്ക്കകത്തേക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വണ്ടി പിടിച്ച് നേരെ ഗുഹയ്ക്ക് പോയി ബ്രഹ്മത്തെ കാണാം. ഇതിപ്പോ അത് പറ്റില്ല. കാരണം എന്താ? എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാവണേ. നീ വായിക്കുന്ന മുഴുവൻ വെറുതെ ആയില്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ട്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതാണ് ഇപ്പൊ ബുദ്ധിമുട്ട്, അതാണ് പ്രയാസം. എല്ലായിടത്തും ബ്രഹ്മം എന്നതിനാൽ കണ്ടുപിടിക്കാൻ പ്രയാസം. ഈ സത്യം മനസ്സിലാക്കിയാൽ എന്താ പറയാൻ പറ്റുക? ഈശ്വരൻ എവിടെയുണ്ട്? എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പറയും, അല്ലേ? എല്ലായിടത്തും ഉണ്ട് നമ്മൾ പറയും. പക്ഷെ നമുക്ക് തന്നെ വിശ്വാസം ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളിപ്പോ നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിക്കൂ? ഇല്ല. ജീവിതത്തിൽ കുറെ മാറ്റം വരും. ശരിയായിട്ട് സർവസ്ഥലത്തും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്ന ഈ പറഞ്ഞ വ്യവഹാരമാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയും. ആ ജീവിതം മാറി മറിയുന്നതാണ് ആചാര്യസ്വാമി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി വരും നിധിധ്യാസനത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന്. ഇനി എന്താ പിന്നെ പറഞ്ഞു? മൃദേവഹി ഗടാധികം. എല്ലായിടത്തും എന്ന് വേഗം പറയാൻ പറ്റും. ഏതുപോലെ? മൃദേവഹി ഗടാധികം. കളിമണ്ണ് തന്നെയാണ് ഈ പാത്രങ്ങളെല്ലാം എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ആ പാത്രങ്ങളോട് വ്യവഹാരം ചെയ്യുമ്പോൾ, ഇല്ലേ? കുടിക്കാനുള്ളൊരു പാത്രം എടുക്കുന്നു, വെള്ളം നിറച്ചു വെക്കാനൊരു പാത്രം എടുക്കുന്നു, അടയ്ക്കാനൊരു പാത്രം എടുക്കുന്നു, കോരി ഒഴിക്കാനൊരു കയ്യിലെടുക്കുന്നു. എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ നമുക്ക് ആ സമയം കളിമണ്ണിനോടാണ് വ്യവഹാരം ചെയ്യുന്നത് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവുമോ? ഉണ്ടാകാറില്ല എന്നുള്ള പരമാർത്ഥമാണ്. പക്ഷെ ആ ബോധം ഉണ്ടാകണം. ഇതെല്ലാം കളിമണ്ണ് തന്നെയാണല്ലോ, പല രൂപം നാമം മാത്രമാണല്ലോ എന്ന ബോധം ഉള്ളിലുണ്ടാക്കാൻ എന്താ പ്രയാസം? ഉള്ളിലുണ്ടാവണം. ഇത്രയും പഠിച്ചില്ലേ, ഇനി ഉണ്ടാവണം. ആഭരണങ്ങളുടെ കാര്യത്തിൽ ഇതുണ്ടാവണം. വളയിടുമ്പോ, മാലയിടുമ്പോ, കമ്മലിടുമ്പോ, മോതിരമിടുമ്പോ, മൂക്കുത്തിയിടുമ്പോ, പിന്നെ നെത്തിയിൽ ചുട്ടിയിടുമ്പോ, ചെയിൻ ഇടുമ്പോ എല്ലാം എന്തുണ്ടാവണം? ഇതെല്ലാം സ്വർണം തന്നെയല്ലേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കണം. ഇതുപോലെയല്ലേ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ തന്നെയല്ലേ? സ്വർണം പോലെ തന്നെയല്ലേ? പല നാമരൂപങ്ങളിൽ പല ജീവികളായിട്ടും നദികളായിട്ടും മലകളായിട്ടും മരങ്ങളായിട്ടും പല മനുഷ്യരായിട്ടും ജീവികളായിട്ടും പല നാമങ്ങളിൽ സാക്ഷാൽ ബ്രഹ്മം ഇവിടെ പ്രകാശിക്കുന്നു. ആഭാതി. എല്ലാം ഈശ്വരസ്വരൂപം തന്നെയല്ലേ എന്ന് എപ്പോഴും ചിന്തിച്ച് കൊണ്ടുവരണം. നമുക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ നമുക്കത് വേഗം ചെയ്യാൻ പറ്റും.
കുഞ്ഞു കുട്ടികളിൽ നിന്ന് ആരംഭിക്കണം. കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ എൻ്റെ കാരണം നമുക്ക് എളുപ്പമുണ്ട്. അവരെ നിഷ്കളങ്കരാണ്, ഈശ്വരസ്വരൂപം തന്നെയാണ് കുഞ്ഞുങ്ങൾ. അവര് വലുതാവും തോറുമാണ് മനസ്സിനകത്ത് പ്രശ്നങ്ങൾ വന്ന് മാറി 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 പോകുന്നത്. അപ്പൊ തന്നെയാണ് നമുക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെ വരുന്നത്. എപ്പോഴാ? കുഞ്ഞു വലുതാവുമ്പോഴാ. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യമുള്ളൂ? ഒരു ദേഷ്യമില്ല, എല്ലാവർക്കും ഇഷ്ടം. വലുതാകും തോറും നമ്മുടെ ഉള്ളില് ഇഷ്ടം അനിഷ്ടം ഇഷ്ടം അനിഷ്ടം മാറി 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 വരും. അപ്പോ സംസാരത്തില്, അതായത് ആ കുഞ്ഞിന്റെ പ്രാരബ്ധം തുടങ്ങുന്നതോടുകൂടി നമ്മുടെ പ്രാരബ്ധം ഇരട്ടിക്കും. അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ. അപ്പോ കുട്ടികളിൽ നിന്ന് ആരംഭിക്കണം. വളരെ എളുപ്പമാണ്. കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. അതേമാതിരി അവശരിൽ കൂടി ആരംഭിക്കുക. ദരിദ്രരെ കാണുമ്പോൾ അവിടം തൊട്ട് ഈശ്വര സ്വരൂപമാണെന്ന് പറഞ്ഞ് സേവ ചെയ്യാൻ പറയുക. അതുകൊണ്ടാണ് ഭഗവാൻ സേവനത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം. ആദ്യത്തെ സ്റ്റേജാണ് സേവനമൊക്കെ. സേവനമൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ പെട്ടതാണ്. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് സേവനം. അപ്പൊ സേവനം ചെയ്യുമ്പോൾ നാരായണ സേവ എന്ന് തന്നെയാണല്ലോ പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തേ? എല്ലാവരെയും നാരായണനായി കാണണം. എത്ര സിമ്പിളായിട്ട് ഈ വലിയ തത്വത്തെ, സർവം ബ്രഹ്മമയം എന്നുള്ള തത്വത്തെ എത്ര സിമ്പിളായിട്ട് താഴെ പറഞ്ഞിരിക്കുന്നു. നാരായണ സേവ. അവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ നാരായണ സേവ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ചു പേർക്ക് നമ്മൾ കരുതിയിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പുറത്തുനിന്നൊരു 4-5 പേര് വന്നാൽ എന്തുണ്ടാവും? വളരെ ദേഷ്യമായി. പിന്നെ ഇവിടെ കുറച്ച് പേർക്ക് നമ്മൾ കരുതി വെച്ചാൽ ഇതിനിടയ്ക്കാണ് നിങ്ങൾ കയറി വരുന്നത്. അപ്പൊ പോയി. അപ്പൊ നാരായണന് കുറച്ച് പേരെ നമ്മൾ പേരിട്ട് വെച്ചിരിക്കുക. അവരെ മാത്രമേ നാരായണനായിട്ട് പെടുത്തത്തുള്ളൂ. അപ്പൊ അവിടെയൊക്കെ മാറണം. ആര് വന്നാലും അവർക്കെല്ലാം കൊടുക്കണം. അതിന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചെയ്യും, ഞാനുണ്ട് കൂടെ. എത്രയോ ഭഗവാന്റെ മുമ്പിലൊക്കെ, ഭഗവാന്റെ കൂടെ പോയിട്ട് നാരായണ സേവ പോകുന്ന സ്ഥലത്തൊക്കെ ആദ്യം 100 പേർക്ക് കരുതി പോയാൽ അവിടെ 200, 300, 400 പേര് കഴിക്കും. എങ്ങനെയാണ്? അതൊക്കെയാണ് ഈശ്വര മഹിമ. എല്ലാവർക്കും ഉള്ളതും ഉണ്ടാവും അവിടെ, ഒരു സംശയമില്ല. ഇതൊക്കെ അത്ഭുതങ്ങളായിട്ട് പറയും. പക്ഷെ അത് ആക്ച്വലി അത്ഭുതങ്ങളൊന്നല്ല. അത് സംഭവിക്കും. പ്രകൃതിയുടെ നിയമമാണ്. അത് നടന്നിരിക്കും. അപ്പൊ അത് ആദ്യമേ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ടവർ എന്നുള്ളൊരു ലേബല് നമ്മൾ കുത്തിയിരിക്കുന്നവരിൽ നിന്ന് പതുക്കെ തുടങ്ങാനായിട്ട് ഭഗവാൻ തന്നെ അവിടെ നാരായണനായിട്ട് അവതരിച്ചിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. ഭഗവാൻ വിചാരിച്ച എത്ര നേരം വേണം അവരുടെ ആ കഷ്ടത മാറ്റാൻ? അല്ലേ? നമ്മൾ പറയുമല്ലോ, ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ടേ ഒരു 5 ലക്ഷം രൂപ കിട്ടിയാൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമായിരുന്നു എന്ന് മനസ്സിൽ പറയും. ഭഗവാനും വല്ല ബുദ്ധിമുട്ടാണ്. നേരെ അയാൾക്കിട്ട് 5 ലക്ഷം, അയാൾക്ക് 5 ലക്ഷം അടുപ്പിച്ചാൽ പോരെ. നമുക്ക് 4 തന്നിട്ട് വേണം അയാൾക്കൊന്ന്, നമ്മളിൽ കൂടി ഒന്ന് കൊടുക്കാൻ. ഇങ്ങനത്തെ കുറെ വിഡ്ഢിത്തങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്, ഒരുപാടുണ്ട്. എനിക്കിത്ര കിട്ടിയാൽ അത്ര ഞാൻ ചെയ്യാം. അപ്പൊ ഈശ്വരൻ എന്നെ മണ്ടനാണ്. ഭഗവാൻ എല്ലാം ഭഗവാൻ തന്നെയല്ലേ? ഭഗവാൻ അറിയാൻ മേലെ എല്ലാം. ഭഗവാൻ എല്ലാം അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മനസ്സിനെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനാണ് സേവനം പറഞ്ഞിരിക്കുന്നത്. സേവനത്തിൽ കൂടി മനസ്സിനെ വിശാലമാക്കണം. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? സേവനം കൊടുക്കുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കും, ഫോട്ടോയുടെ മുമ്പിൽ പോയി നിൽക്കും, 10 പേരോട് ചോദിക്കും, പത്രത്തിൽ ഞങ്ങൾ പരിപാടി നടത്തിയായിരുന്നു, പത്രത്തിൽ പടം വന്നായിരുന്നു, കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കണ്ടു. എന്നെ കണ്ടായിരുന്നോ എന്ന് പ്രത്യേകം ചോദിക്കും. പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ സ്വല്പം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് എടുത്തതെന്നൊരു സംശയം. മുഖം കണ്ടോ? പിന്നെ മുഖം കണ്ടു. ഇങ്ങനെ പ്രശസ്തി, അതിലേക്ക് പ്രശസ്തി. അതിൽ ഏറ്റവും വലിയ അപകടം, ആ പ്രശസ്തിയില് വലിയ അപകടമുള്ളൊരു ഭാഗമുണ്ട്. നമ്മൾ സർവീസ് ചെയ്ത സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സ്വീകരിക്കാൻ ഇടവന്ന ഒരു ആള്, അയാള് എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടാലും അയാൾ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞോളന്നില്ല. അവരുടെ ഗതികേടിന് അവരൊന്ന് കൈ നീട്ടിയതായിരിക്കാം. പക്ഷെ കൊടുക്കുന്ന നമുക്ക് ഇവരെയൊക്കെ അറിയാം. ഇവരൊക്കെ കൊടുത്തുണ്ടെങ്കിൽ നമ്മൾ എത്ര പേർക്ക് കൊടുത്തു എന്നൊക്കെ കണക്ക് വെച്ചിരിക്കുകയാണ്. 100 പേർക്ക് കൊടുത്തു, പത്രത്തിൽ കൊടുത്തു, പല കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരു കാര്യമായിട്ട് സഹായിച്ച ഒരു വ്യക്തിയെ കണ്ടു. അയാള് ഒന്ന് നമ്മളെ മനസ്സിലായില്ല, അയാൾ മിണ്ടാതെ പോയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉടനെ ഒരു പ്രശ്നം വരും. ഒരു നന്ദി പോലും ഇല്ലെന്ന്. എന്തൊരു അബദ്ധമാണെന്നോക്കണം. ഒരു നന്ദി പോലും അയാൾ പറഞ്ഞില്ല, ഒരു നോട്ടം പോലും നന്ദി സൂചകമായിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷവും. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. നമ്മളിൽ നിന്ന് സഹായം മേടിച്ച ആൾക്കാര് നമ്മളോട് സഹായം സ്വീകരിച്ചതിന്റെ പേരിൽ നന്ദി സൂചകമായിട്ട് പ്രവർത്തിച്ചില്ല എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തില് മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. എപ്പോഴെങ്കിലും കാണും. ഇനിമേലൊന്നും ഉണ്ടാകരുത്, ഇനി അത് വരരുത്. ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അത് തൂത്ത് കളയണം. നമുക്കൊരവസരം ഭഗവാൻ തന്നു, ഈ ജന്മത്തില് മറ്റൊരു നാരായണനെ, എല്ലാവരെയും ബ്രഹ്മമായിട്ട് കാണാൻ ഒരവസരം തന്നു. അതിനുള്ളൊരു വഴിയായിരുന്നു അത് എന്ന് മാത്രമേ അവിടെ ഉണ്ടാകാൻ. കർത്തൃത്വബോധം അവിടെ ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇത് ചെയ്തത്, എന്നെ കൊണ്ടത് ഭഗവാൻ ചെയ്യിച്ചതാണ് എന്ന ഇൻസ്ട്രുമെന്റിന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇൻസ്ട്രുമെന്റിന് അങ്ങനെ ചിന്തകളൊന്നും ഇല്ലല്ലോ. ചിന്ത ആയിരിക്കാം? കർത്താവിനാണ് ചിന്ത. അപ്പൊ കർത്താവാകാണ്ടിരിക്കുക, ആ ചിന്തകളെ മാറ്റുക. എല്ലാ സ്ഥലത്തും ബ്രഹ്മത്തെ കാണുക, എല്ലാവരിലും ഈശ്വരനെ കാണുക. മൃദേവഹി ഗടാധികം. കളിമൺ പാത്രത്തെ ഉപയോഗിക്കുമ്പോൾ എല്ലാം കളിമണ്ണിൽ തന്നെയാണ്, ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാം സ്റ്റീല് തന്നെയാണെന്നും, ഇങ്ങനെ ആ മനസ്സിനെ പതുക്കെ പതുക്കെ മെരുക്കി കൊണ്ടുവരണം. അതുപോലെ ലോകത്തെ ജഗത്തിന് വിടാൻ പറ്റില്ല, കാരണം അത് ഈശ്വര സ്വരൂപമാണ്. അല്ലെ? പല പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ പാത്രത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കളിമണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാത്തിനും ഉപയോഗമില്ലേ? ഉണ്ട്. അതുപോലെ ജഗത്തിലെ എല്ലാത്തിനും ഉപയോഗമുണ്ട്. ജഗത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, വിടാൻ പറ്റത്തില്ല. പക്ഷെ ജഗത്തിനെ ഈശ്വരനായി കണ്ട് ഉപയോഗിക്കാം. കാരണം അത് ഈശ്വര സ്വരൂപം തന്നെയാണ് ജഗത്ത്. ഇതാണ് സർവാത്മഭാവം. ഇത് ഇനിയും ആചാര്യസ്വാമികള് സർവാത്മഭാവത്തെ ഉപനിഷത്ത് പ്രമാണമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഉപനിഷത്ത് പ്രമാണമായിട്ട് തന്നെ ഈ സർവാത്മഭാവത്തെ ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തരും അടുത്ത ശ്ലോകങ്ങളിൽ കൂടി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ആചാര്യസ്വാമി പറഞ്ഞു തന്നത്. അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പ്രവേശിക്കട്ടെ, അത് പ്രവൃത്തിയിൽ വരാൻ കൂടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ പ്രാരബ്ധ കർമ്മങ്ങളെ വഴിയിലേക്ക് തിരിച്ച് പോകാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാരബ്ധമാണല്ലോ അനുഭവിക്കുന്നത്, ആ പ്രാരബ്ധത്തെ സർവാത്മഭാവത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഹരി ഓം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം സർ. സായിരാം.